ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ മീൻസ് കമ്മറിഡ് സ്കോളർഷിപ്പ് എക്സാമിനേഷനിലെ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. മാറ്റ്കം എന്നാണ് പേജിന്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുകൂടി ഫോളോ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 5 years ago, the sum of ages of Balu, Baby and Rani was 78. What is the sum of their ages after 5 years? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 5 വർഷം മുമ്പ് ബാലു, ബേബി, റാണി ഇവരുടെ വയസ്സുകളുടെ തുക 78 ആയിരുന്നു. 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്ര? 5 വർഷം മുമ്പ് അവരുടെ ഏജിന്റെ സം എന്ന് പറയുന്നത് 78. 5 വർഷത്തിന് ശേഷം അപ്പൊ നോക്കിക്കേ, ഈ 78 നിന്ന് 5 വർഷം മുമ്പോട്ട് വരുന്നു. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് ഇയറിൽ എത്തുന്നു. അതിനുശേഷം 5 വർഷത്തോടെ മുമ്പോട്ട് 5 വർഷം മുമ്പോട്ടേക്ക് എത്തുന്നു. ദാറ്റ് മീൻസ് ഓരോരുത്തരുടെ വയസ്സും 10 വെച്ച് കൂടണം. കാരണം 5 വർഷം മുമ്പാണ് 78. അപ്പൊ കറണ്ട് ഇയർ എന്ന് പറയുന്ന 5 വയസ്സ് കൂടുതലായിരിക്കും. 5 വർഷം കൂടെ കഴിയുമ്പോൾ എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുത്ത ഇയറിനേക്കാൾ 10 വർഷം മുമ്പിലാണ്. അപ്പൊ ഇങ്ങനെ എത്ര പേരുണ്ട്? 3 പേര്. അപ്പൊ 3 പേരുടെയും വയസ്സ് തന്നെ 10 വെച്ച് കൂടും. അപ്പൊ മൊത്തം എത്ര കൂടും? 30 കൂടും. അപ്പൊ എന്ത് കിട്ടും? 78 പ്ലസ് 30 108. ആ വയസ്സുകളുടെ ആകെ തുക എന്ന് പറയുന്നത് 108 ആയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ കോഡ് ഓഫ് ദ വേർഡ് ടീച്ചർ ഈസ് VGCEJGT, വാട്ട് വുഡ് ബി ദ കോഡ് ഫോർ സ്റ്റുഡന്റ്? ടീച്ചർ എന്ന വാക്കിന്റെ കോഡ് VGCEJGT ആയാൽ സ്റ്റുഡന്റിന്റെ കോഡ് എന്തായിരിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുക. നിങ്ങൾ ആ തന്നിരിക്കുന്ന വേർഡിനെ അതേപടി എടുത്തെഴുതുക. TEACHER, ദാറ്റ് ഈസ് കോൾഡ് ടീച്ചർ. തന്നിരിക്കുന്ന കോഡ് എങ്ങനെയാണ്? VGCEJGT. ഇവിടെ നോക്കിയ ടിയിൽ PQRS T, UV സെക്കൻഡ് ലെറ്റർ ആണ്, +2. EFG +2. ABC +2. CDE +2. HIJ +2. EFG +2. RST +2. ഇപ്പൊ റിലേഷൻ എന്ന് പറയുന്നത്, കോഡ് എന്ന് പറയുന്നത് ആ ലെറ്ററിന്റെ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്റർ ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എഴുതി എങ്ങനെ കിട്ടും? STUDENT. TU, TUV, UVW, DEF, EFG, NOP, TUV. നോക്കിയേ, UVW, FGPV, UVW, FGPV, UVW, FGOV. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനും ഇല്ല. ബട്ട് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇതാണ്. കാരണം ഇതിനകത്ത് കോഡിനകത്ത് ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം സിമിലർ ആണ്. ഇതൊരു എന്താണ്, ക്വസ്റ്റ്യനകത്തുണ്ടായ ഒരു എററാണ്. അതായത് ഇത് വരേണ്ടിയിരുന്ന ഒയ്ക്ക് പോലെയോടെ വരേണ്ടിയിരുന്ന P ആയിരുന്നു. പക്ഷെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് B ആയതുകൊണ്ട് നമ്മൾ B എന്ന് ചൂസ് ചെയ്യും. അതർവൈസ് ഇതിന്റെ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് UVW FGPV ആണ്. UVW FGPV ആണ്. UVW FGPV ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. ഏറ്റവും സ്യൂട്ടബിൾ ആയ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ എന്താണ്? എ ഹോസ്പിറ്റൽ ഓൾവേസ് ഹാസ്. എ ഹോസ്പിറ്റൽ ഓൾവേസ്, ഒരു ആശുപത്രിക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. ആശുപത്രിക്ക് ഒരു മുറി ഇല്ലെങ്കിലും ആശുപത്രി വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരു പബ്ലിക് ഓപ്പൺ പ്ലേസിൽ എന്ത് ചെയ്യാം? ആശുപത്രി വർക്ക് ചെയ്യാം. മുറി ഒരു അത്യാവശ്യമല്ല. നേഴ്സ് ഇല്ലെങ്കിലും ആശുപത്രി വർക്ക് ചെയ്യാം. കിടക്ക ഇല്ലെങ്കിലും ആശുപത്രി വർക്ക് ചെയ്യാം. കാരണം ഒരു ഡോക്ടറും ചെയറും ഉണ്ടെങ്കിൽ ആശുപത്രി വർക്ക് ചെയ്യാം. പക്ഷെ ഒരു ആശുപത്രി ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഡോക്ടർ വേണം. അവിടെ നേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അത് ആശുപത്രിയല്ല, അത് നേഴ്സിംഗ് സ്റ്റേഷനാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു ആശുപത്രിക്ക് എപ്പോഴും ഉണ്ടാവേണ്ട വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടറാണ്. സോ മോസ്റ്റ് മാൻഡേറ്ററി കണ്ടീഷൻ ഡോക്ടറാണ്. സോ ഹോസ്പിറ്റൽ ഓൾവേസ് ഹാവ് എ ഡോക്ടർ. എ ഫാക്ടറി ഓൾവേസ് ഹാവ് ഫയൽ ഇല്ലാതെ ഫാക്ടറി വർക്ക് ചെയ്യാം. ഫയലിന്റെ ആവശ്യമില്ല. ഫാക്ടറി ഓൾവേസ് ഹാവ് സെക്യൂരിറ്റി. ഫാക്ടറിക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. സെക്യൂരിറ്റി ഇല്ലാതെ ഫാക്ടറി വർക്ക് ചെയ്യാം. ബട്ട് ഫാക്ടറി അഡ്വാൻസ്ഡ് ആകുമ്പോൾ സെക്യൂരിറ്റിയുടെ ആവശ്യം വരും. ഫാക്ടറി ഓൾവേസ് ഹാവ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഇല്ലാതെ, കറണ്ട് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന എത്രത്തോളം ഫാക്ടറികളുണ്ട്? ഒരു കളിമൺ ഉണ്ടാക്കുന്ന കുടം ഉണ്ടാക്കുന്ന ഫാക്ടറി, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തവർക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഇലക്ട്രിസിറ്റി അല്ല. പക്ഷെ ഒരു ഫാക്ടറി ഫാക്ടറി ആകണമെങ്കിൽ അവിടെ തൊഴിലാളികൾ ഉണ്ടാവണം, അല്ലെങ്കിൽ വർക്കേഴ്സ് ഉണ്ടാവണം. അപ്പൊ ഫാക്ടറിക്ക് എപ്പോഴും ഉണ്ടാവുന്ന എന്താണ്? തൊഴിലാളികളാണ്. അടുത്ത ചോദ്യം. എ ഹിൽ, ഒരു കുന്ന് അല്ലെങ്കിൽ ഒരു മലയ്ക്ക് എപ്പോഴും ഉള്ളത് എന്താണ്? മലയിൽ വെള്ളം. പറയണമെന്നില്ല, ഒരു സഹാറ മരുഭൂമിയിലുള്ള ഒരു ഹില്ലിൽ അവിടെ വെള്ളം ഉണ്ടാവും? ഇല്ല, വെള്ളമില്ല. സസ്യങ്ങൾ,
എപ്പോഴും പ്ലാന്റ്സ് ഉണ്ടാവും ഒരു ഹില്ലിൽ? നോ വേ. അതൊരു ഡ്രൈ ലാൻഡ് ആണെങ്കിൽ ഒരു ചെറിയ മൺകുന്ന് മാത്രം, ഒരു ഇല പോലും ഇല്ലാതെ, ഒരു ചെടി പോലും ഇല്ലാതിരിക്കാം. മൃഗങ്ങൾ, എല്ലാ മലയിലും മൃഗങ്ങളൊന്നുമില്ല, മൃഗങ്ങൾ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. ബട്ട് ഒരു കുന്നാവണമെങ്കിൽ അതിന് ഉയരം വേണം. കാരണം എപ്പോഴൊരു മലയെന്ന് വിളിക്കുന്നത് പ്ലെയിൻ ആയിരിക്കുന്ന സർഫസിൽ നിന്ന് ഒരു എൻലാർജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഉയരം ഉണ്ടാകുന്ന സമയത്താണ് അതിനെ നമ്മൾ മലയെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മലയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്താണ്? ഉയരമാണ്. ഒരു ഡിപ്രഷൻ അല്ല, ഒരു ഡിപ്രഷനാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കതിനെ മലയെന്ന് വിളിക്കാൻ പാടില്ല. ഇതിനെന്താണ് ഉണ്ടാവുന്നത്? അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവണം. അപ്പോൾ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാണെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി ഒരു ഉയരം ഉണ്ടാവും. മലയ്ക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ഉയരമാണ്. നെക്സ്റ്റ്, എ ബുക്ക് ഓൾവേസ് ഹാവ്. പുസ്തകത്തിന് എപ്പോഴും ഉണ്ടാവുന്നു അധ്യായങ്ങൾ. ചാപ്റ്റർ വേണമെന്ന് നിർബന്ധമില്ല, ബുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അധ്യായം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിത്രങ്ങൾ, എത്രയോ നോവലുകളുണ്ട് ചിത്രങ്ങളില്ലാതെ, അപ്പോൾ ചിത്രങ്ങളുടെ ആവശ്യമില്ല. കഥ വേണമെന്ന് നിർബന്ധം. പാട്ടായിക്കൂടെ, അല്ലെങ്കിൽ കവിത ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, സോ കഥ. പക്ഷേ ഒരു പുസ്തകത്തിന് എന്ത് വേണം? മാൻഡേറ്ററി ആയിട്ട് പേജ് ഉണ്ടാവണം. പേജ് ഇല്ലാതെ ഒരു പുസ്തകം എന്ന് വിളിക്കാൻ പറ്റില്ല. പേജ് ഇല്ലാതെ ഒരു പുസ്തകം, അല്ലെങ്കിൽ നമുക്ക് പുസ്തകം എന്ന് നമ്മൾ എന്ത് വിളിക്കും? അതിനൊരു പേജ് എന്ന് മാത്രം വിളിക്കും. കറക്റ്റ്. ഒരു പുസ്തകമാകണമെങ്കിൽ അതിന് എന്തുണ്ടാവണം? അതിന് പേജുകൾ ഉണ്ടാവണം. എ സ്കൂൾ ഓൾവേസ് ആവും. സ്കൂളിന് ബിൽഡിംഗ് നോ, നമുക്ക് ഗ്രൗണ്ടിൽ ഇരുത്തി പഠിപ്പിക്കാം. ഇപ്പൊ ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല, കെട്ടിടത്തിന്റെ ആവശ്യമില്ല. എല്ലാ സ്കൂളുകളിലും ലൈബ്രറി ഉണ്ടോ? ഇല്ല. സ്കൂളുകൾക്ക് ലൈബ്രറി മാൻഡേറ്റ് ഇല്ല. സ്കൂളിന് പ്രിൻസിപ്പൾ വേണ്ട. പ്രിൻസിപ്പൾ ഇല്ല സ്കൂൾ വർക്ക് ചെയ്യാം. ഒരു ടീച്ചർ മാത്രമായി വർക്ക് ചെയ്യുന്ന എത്രയോ സ്കൂളുകളുണ്ട്, ഏക അധ്യാപക വിദ്യാലയങ്ങൾ. പക്ഷെ ഒരു സ്കൂളിൽ എന്ത് വേണം? ഒരു സ്കൂളിൽ വേണ്ടത് അധ്യാപകരാണ്. പക്ഷെ അതൊരു വിദ്യാർത്ഥികൾ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കൺഫ്യൂസീവ് ആയേ. അതില്ലാത്തത് കൊണ്ട് തന്നിരിക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്താ പറയുക? അധ്യാപകർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ്. ഒരു സ്കൂളിന് എപ്പോഴും ഉണ്ടാവേണ്ടത് ടീച്ചേഴ്സ് ആണ്. ഇതൊരു റീസണിങ്. ഈ 5 ക്വസ്റ്റ്യൻ റീസണിങ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ലോജിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നു, അതാണ് അവരവിടെ നോക്കുന്നത്. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.